ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ അങ്ങനെ അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് റിസപ്ഷൻ ഡേ. അപ്പോൾ നമ്മളെ സ്റ്റേയിൽ നിന്ന് ഉച്ചയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ പോവുക, ഫുഡ് കഴിക്കുക, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ട്രിപ്പി സേഫ് അവിടെ വെച്ചിട്ടാണ് സംഭവം. ഒമ്പോ കിട്ട് അവിടെയാണ് പരിപാടി എന്ന് പറയുന്നത്. അതായത് കിട്ടില്ല സൺസെറ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. അവളുടെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ് ആണിത്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല ഉള്ളിലേക്ക് എന്തെങ്കിലും ചെന്നാൽ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ബാക്ക് ഊരി വെച്ചിട്ട് ഫോൺ എടുത്തപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ശരി. അപ്പം ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ എന്തിനും ഏതിനും അബ്ദു ഉണ്ട്. ഓക്കെ, അബ്ദു ഉണ്ട്. അപ്പം അബ്ദുവിൻ്റെ കാറിലേക്ക് നമ്മൾ ആദ്യമേ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്ക് അംജിത് ഖാന് ഡ്രസ്സില്ല. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഇവന്റ് അംജിത് ഖാൻ ആയിരിക്കും അല്ലേ അല്ലേ വിഷ്ണു? നേരത്തെ ആളെ പറ്റി പറഞ്ഞു, അതുകൊണ്ടാണ് തിരിച്ചു പോകത്തില്. ഇല്ല, വിഷ്ണു എന്ന് കിളിപോയിരിക്കും, എന്ന് ചേർന്നില്ല. അവനൊരു മറ്റേ പവർ ബാങ്ക് അപ്പത്തെ അവന്റെ മൂഡ് ഓഫ് ആയതാ. അംജിത് ഖാൻ ഇന്നത്തെ താരം അംജു തിളങ്ങി നിൽക്കുന്ന സെറ്റ്. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഇവന്റ് അംജിത് ഖാൻ. ഓക്കെ, നമ്മൾ ഡ്രസ്സ് എടുത്തിന് ഫുഡ് കഴിക്കണം. വിശക്കണം എല്ലാം വാങ്ങിച്ചാടാ കുട്ടി. കഷ്ടപ്പാടാണല്ലേ, ഇതൊക്കെ കഷ്ടപ്പാടാണ്. അബ്ദുവിന്റെ പ്രമോഷൻ അബ്ദുവിന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആയ ഇത് ഡാമേജ് വന്നോണ്ടാണ് ഈ ബോട്ടിൽ ഇങ്ങനെ അല്ലാത്ത സെറ്റ് സാധനമാണ്. നിങ്ങൾക്ക് ഷൂസ് ചെരുപ്പ് എല്ലാം കിടിലായിട്ട് നീ എത്ര വിഷമിച്ചിരിക്കുന്ന ഇവ കളിയാക്കി എന്നെ കളിയാക്കിയടാ. ഒന്നുമില്ല, എന്നെക്കാട്ടി പ്രായത്തിൽ കൂടിയതല്ലേടാ ഞാൻ ഇങ്ങനെ കളിയാക്കോടാ. എന്റെ അഞ്ചു പോലും എന്നെ ഇങ്ങനെ പ്രായം തമ്മിൽ എന്തൊരു ബന്ധം. ഇവിടെ വഴി ഇത് കുറച്ച് നല്ല കളറാവും. ഓക്കെ, നമ്മള് എന്തൊക്കെ കഷ്ടപ്പാടാണ് ഇതൊക്കെ കാണുന്നുണ്ടോ? കാണണം ഇതൊക്കെ. നീ കഷ്ടപ്പാട്. എനിക്ക് തോന്നുന്നു നമുക്ക് സ്ഥലം മാറിപ്പോകുന്നത്. ശ്രീമോളെന്ന് ശ്രീകുട്ടി എന്നല്ലേ പേര്? ശ്രീമോളെന്നാ? ഓഹോ, അതിന് സന്തോഷം. അഞ്ചു നിന്റെ ആള് നിൽക്കുന്നത്. അഞ്ചു ആണ് ഇന്നത്തെ ലുക്ക്. എല്ലാരും അഞ്ചുനാണ് നോക്കണത്. ആണ് ഒരു മിനിറ്റ് അംജിത് ഖാന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? അംജിത് ഖാന്റെ എങ്ങനെയാണെന്ന് പറ. രസമുണ്ട്, എനിക്ക് ചേരും. നിനക്ക് ചേരുന്നല്ലോ. പക്ഷേ ഇതിന്റെ കൂടെ ഒരു വൈറ്റ് പാൻറ് ഇട്ട് ഞാൻ പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇതെവിടെ കിട്ടിയാ? മിനിക്ക വെച്ചെടുപ്പ് തരുമോ? അംജിത് ഖാൻ ലുക്ക് എങ്ങനെയാണെന്ന് പറ. അംജിത് ഖാൻ സുന്ദരനാണല്ലോ. ഇതല്ലേ ഇതിനു വേണ്ടി എറണാകുളം ജില്ല മൊത്തം കറങ്ങി കഷ്ടപ്പാട് ഇവനെയും അറിയത്തുള്ളൂ. ഈ മെറ്റീരിയൽ വേണ്ടിട്ട് ഓടാത്ത കടകളൊന്നും ഇല്ല എറണാകുളത്ത്. എന്താ ശ്രീകുട്ടി പെൺകുട്ടിയായി. ഇത് കൊള്ളാം, ഇത് സെറ്റ്, അടുത്ത സാധനം ക്ലാസ്. അത് ക്ലാസ് സാധനം. 10ാം ക്ലാസ്. റിസൾട്ട് ഉണ്ട്. വാ, കൂട്ടത്തിൽ കിടലിന് അംജു ആണ്. ശ്രീകുട്ടിയുടെ റൊമാൻസുകൾ. ഇതുവരെ റൊമാൻസ് ഒന്നും വരാത്ത നോക്കി അവിടെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കണ്. ഗൈസ്, അങ്ങനെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകുട്ടി അവിടെ റൊമാൻറ്റിക് റീലുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ തലലില്ല തെന്നി നടക്കുവാണ്. അംജിത്ത്, വിഷ്ണു, അവന്മാരെല്ലാം കൂടെ നമ്മുടെ ഷിഫിനാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവന്മാർ വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും തിരിച്ചായിരുന്നു. നമ്മളിപ്പോൾ ഒരു വിഷ്ണുവിനൊക്കെ 1-2 സാധനം വാങ്ങിക്കാൻ പറ്റാം. അതൊന്ന് നോക്കട്ടെ. അവൻ്റെ വണ്ടിക്ക് തന്നെ പറഞ്ഞാൽ അതൊന്ന് എടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നോക്കിയ ലൊക്കേഷൻ നോക്കിയോ, എൻ്റെ കിട്ടിയെന്ന് വെച്ചാൽ വേറെ ലെവല് ഫീല്. വെറുതെ ലൊക്കേഷൻ എടുത്ത് വെറുത്ത്
വെർത്ത് പറഞ്ഞാൽ വെർത്ത്. ഇത് നമ്മുടെ ട്രിപ്പീസ് ലൈഫിന് തന്നെ വേറെ പ്രോപ്പർട്ടിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇത് വെർത്താണ് കേട്ടോ. അത് ഇപ്പോഴത്തെ ഈവൻ സമയം വെർത്ത്. ഗൈസ് ലൂക്കമാരെ കൂടെ ചിഫിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ എൻട്രി വരാൻ പോണേ. എൻട്രി എം സി രേഷ്മ ഓൺ ദ ഫ്ലോർ തകർത്തോണ്ടിരിക്കുന്നു. നമ്മളിവിടെ അനാഥ പ്രദം കൊണ്ട് അലജീരി നിൽക്കുന്നു. അവന്മാര് ചിഫിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിർത്താറായില്ലേ? രാത്രി ഇരുട്ടായില്ല. എന്തായാലും വരട്ടെ, വെയിറ്റ് ചെയ്യാം. എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. We were just kids when we fell in love, not knowing what. ഷിഫിനെണ്ണം ഡ്രസ് വരും. ഷിഫിന്റെ ഡ്രസ് അബ്ദുവിന്റെ ബാഗിനകത്ത് ഇവൻ വെച്ച് എന്നെ കൊണ്ട് പറ്റുന്നത് ക്ലബ് വർക്ക് ചെയ്യുന്ന ആർജയില്ലല്ലോ. അത്ര നല്ല ലുക്കിലൊക്കെ വേണ്ടവരെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വരും. മനപ്പൂർവ്വമില്ല. ഷിഫിനെണ്ണം വന്നിട്ടുണ്ട്. ഷിഫിന്റെ ഡ്രസ് അബ്ദുവിന്റെ വണ്ടിക്കത്തായി. അപ്പൊ അതിന് കൊണ്ടുവന്നിട്ട് ഷിഫിനെ റെഡി ആയിട്ട് കയറാൻ. ഷിഫിനെണ്ണം വന്നതിന് വേറെ ഓളമാണ്. ഷിഫിനണ്ണൻ ഒരുങ്ങാൻ നിന്ന്. ഷിഫിനണ്ണന്റെ ഷൂ എന്താ നീ എവിടെ ഇന്നലെ എവിടെ ഇരുന്നത് നീ? ഞാൻ സുഹൃത്തുക്കളെ, ഞാനൊരു കടയിൽ കയറി മീൻമുട്ടയും ഭക്ഷണവും ഞാനും മാഹിം മച്ചാനോടെ കഴിച്ചു. മൊത്തത്തിൽ മുഴിച്ച്. കാരണം ഇതിന്റെ പേര് അലർജി അടിച്ചു. അപ്പൊ മീൻ മുട്ടയൊക്കെ കഴിക്കണവർ സൂക്ഷിച്ച് കണ്ടാൽ കഴിക്കുക, ചത്തുപോകും. ചാവാതെ രക്ഷപ്പെട്ടു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ശ്വാസം മുട്ടും ചുമയും അതുപോലെ കണ്ണൊക്കെ ഈ ബൾബുലേക്ക് ആയി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിദൂര ഹോസ്പിറ്റലിൽ പോയി സെറ്റ്. 2 ദിവസം നല്ല ഉറങ്ങും. ആരോ കണ്ണടിച്ച് പഠിപ്പിച്ചാണെങ്കിൽ നല്ല സംശയമുണ്ട്. ഇല്ലടേ ആടെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാട്ടാ. ഈ മറ്റേ വിഴിഞ്ഞത്തൊക്കെ നല്ല സീൻ നടത്താം. അത് നമുക്ക് ചിലപ്പം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി അറിയൂല കേട്ടോ. അപ്പൊ കഴിക്കുമ്പോൾ നല്ലപോലെ നോക്കിക്കൊണ്ട് കഴിയില്ലെങ്കിൽ മരിക്കും. സത്യം. അതിനാണ് പറയുന്നത് അലർജി ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത്. അലർജി ടെസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. കുറെ മുട്ടിപ്പിന്നൊക്കെ അടിച്ച് കയറി പരിപ്പാടും വരുന്നത്. അല്ല ചിക്കുന്നല്ലേ ഒറ്റയ്ക്ക് തരാമിക്കല്ലേ. എടാ ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഇത് പറയണ്ട കേട്ടോ. ഞാൻ പറയുമ്പോഴത്തേക്കും സീ ഫുഡൊക്കെ അത്യാവശ്യം നല്ല അടിച്ചോണ്ടിരുന്നതാണ്. പക്ഷെ പെട്ടെന്നാണ് ഇതൊക്കെ എനിക്ക് അലർജി വന്നത്. നമുക്ക് അറിയാൻ പറ്റൂല. പെട്ടെന്നായിരിക്കും പറയാം. നമ്മളൊരിക്കലും അവിടുത്തെ ഫുഡിന്റെ മോശം. ഞാൻ മുമ്പ് ഒരു കടയിൽ നിന്ന് കഴിച്ച് അത് ഫുഡ് മോശമായിരുന്നു. എൻ്റെ കൂടെ വന്നവരും പറഞ്ഞു. പക്ഷെ അപ്പോഴെനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ എന്നെ തലക്കെ കുളിച്ച്. കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഴപ്പമാണ്. അപ്പം അലർജിയൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും മീൻ ഓക്കെ ആണോ? ടോക്സിക് ഉണ്ട് അതിനകത്ത്. അത് പ്രത്യേകിച്ച് പലയിടത്തുനിന്നാണ് റെസ്റ്റോറന്റ് സോഴ്സ് ചെയ്യുന്ന മീൻ. എല്ലാവർക്കും ഒരേ സമയത്ത് എപ്പോഴും ഒരിടത്തുനിന്ന് കിട്ടും. എനിക്ക് വേറെ രസം ഒരാളുടെ റെസ്റ്റോറൻറ്റുകാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബോർഡ് വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന എന്താ പറയുക, നമ്മൾ ഓർഡർ എടുക്കാൻ പറഞ്ഞാൽ പറയുക. അങ്ങനെ എന്തെങ്കിലും ബോർഡ് വെക്കണം. കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ വിശന്ന് പോയിട്ട് പെട്ടെന്ന് കഴിക്കാൻ നോക്കും. ഇതൊന്നും ശ്രദ്ധിക്കൂല. അപ്പൊ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ഓർക്കും എനിക്ക് ഇന്ന അലർജി ഉണ്ടെന്ന്. ഈ ഒരു സിറ്റുവേഷൻ മീൻ കഴിക്കുമ്പോൾ ഒരിക്കലും അതിന്റെ കൂടെ 7up, പെപ്സി സംഭവങ്ങളൊന്നും അതിന്റെ കൂടെ കഴിക്കാതിരിക്കാൻ നോക്കാം. പിന്നെ പ്രത്യേകിച്ച് ലൈം ടീ, നാരങ്ങ. ഞാന് ഇപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അനുഭവിച്ചുകൊണ്ട് പറയണാണ്. ഡെഡ്ലി സീന് സാധനമാണ് അലർജി. കൊണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇവന് കണ്ടതാണ് എന്റെ അവസ്ഥ എന്താണുള്ളത്. ഞാൻ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവന് താല്പര്യമില്ല. എന്താ ആലോചിച്ചു എന്തൊക്കെയാണ് ഇന്നലെ നീ ഇല്ലാത്ത പറഞ്ഞല്ലോ. അംജു എന്ത് വിഷമാരെന്നറിയാവോ? അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല, തിന്നൂല. എല്ലാം കൂടെ അവനാണ് കഴിച്ചത്. പോണ വെച്ചിട്ട് എവിടെ പോണ്? രണ്ടേരും കൂടെ ഏത് കാട്ടി പോണ്? ഉമ്മര് കപ്പിൾ കോൾസ് ആണ്. നിങ്ങൾ എന്തിനാ അവിടെ? നമ്മള് വണ്ടി ഒതുക്കിയിട്ടിരിക്കുന്നത്. നമ്മള് ഒന്നുമില്ല. പരിപാടി എനിക്കൊന്നുമില്ല. വന്നിറങ്ങി വണ്ടി ഒതുക്കി. ഓക്കെ ശരി. നീ എന്തിനാ വിളിക്കണ? ഒന്നും നിങ്ങളെ കാണാൻ വന്നത്. എന്നെ കാണാൻ ഓക്കെ ശരി മതി. അങ്ങോട്ട് പോയാൽ നല്ല ചിക്കൻ മിക്സ്. ചിക്കൻ മിക്സ് എനിക്കറിയാം. ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകും. ഷിഫിനാണൻ്റെ ഷൂ എടുക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഹോട്ടലിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ആ ഷൂ എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാൻ പോകണം ഷിഫിനാണ് ഡ്രസ്സുമാരായിട്ട്. നമ്മൾ എത്രയും പേര് ഇവിടെ നിൽക്കണ്. കപ്പിൾ ഗോൾസ്. ഞാൻ മാത്രമല്ല അയ്യോ ലിപ്റ്റോക്കൊക്കെ ഇന്റർലോക്ക് പണം എടുത്തോണ്ട് ഗെയിംസ് വരുന്നുണ്ട്. നമുക്ക് DJ ഒക്കെ ഉണ്ട്. അപ്പൊ അത് അടിച്ചു പൊളിക്കുന്ന ഒരു നൈറ്റ് ആണ്. ഡിന്നർ കഴിച്ചിട്ട് ആരും പോവരുതെന്ന് സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രോഗ്രാംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്.
നമ്മള് ഫോട്ടോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഫോട്ടോ എടുക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോട്ടോ സെഷൻ കഴിഞ്ഞതായിട്ട് കഴിഞ്ഞില്ല തന്നടി ഒരു സംഭവം ഉണ്ട് ഒരു ഫോട്ടോ ഉണ്ട് ഫോട്ടോ പ്രത്യേക ഒരു സോങ് കണ്ണക്കര കോളനി ശ്രീകുട്ടിയെ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് പരസ്യമാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവന്മാരും കൂടെ പരസ്യമാണ്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പോ ശ്രീകുട്ടിയുടെ ഈ മഹനീയമായ മുഹൂർത്തത്തിൽ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ശ്രീകുട്ടി അജിത്തേട്ടൻ അല്ലേ, ഹാപ്പി മാരീഡ് ലൈഫ്. നിങ്ങളെ ഇച്ഛ എന്നെങ്ങാണ്ടാണ് ഇവിടെ വിളിച്ച് എനിക്ക് പരിചയമുള്ളത്, അല്ലാണ്ട് പേര് വിളിച്ച് എനിക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് പേരെനിക്ക് വലിയ ഇതില്ല. അതുകൊണ്ടാണ് ഇച്ഛ എന്നല്ലേ നീ വിളിക്കുന്നേ? അതെ, ഇച്ഛ പുട്ടാന്നാ പുട്ടിച്ചാക്കും ഷോർട്ട് ഗേളിനും ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സോ മച്ച്. ഷിഫിനെ പോലെ തന്നെ ആക്ച്വലി ശ്രീകുട്ടിയുടെ ഒരു കോംബോ നിൽപ്പുണ്ടല്ലേ, എന്നാൽ ഇവിടെ ബാസത്ത് അല്ലേ, ഒറിജിനൽ പേര്. പക്ഷെ വീഡിയോ ഓൾറെഡി ആളുടെ വീഡിയോസിലൂടെ ആയിരിക്കും അറിയാൻ പറ്റുന്നത്. കാരണം ഫേസ് അധികം പുറത്ത് കാണിക്കാറില്ല, ഇടി കിട്ടുമെന്ന് മേടിച്ചായിരിക്കും ഫേസ് കാണിക്കാനുള്ള വീഡിയോസ് ആണ് ആള് കൂടുതൽ ഇടുന്നത്. ഇവരുടെ 3 പേരുടെയാണ് ഒരു കോംബോ ഭയങ്കര അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകുട്ടിയുടെ കോംബോയിലുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയാൻ പറ്റാത്ത കാര്യം നിങ്ങളോട് പറയരുത്, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയാം. അതെന്താ പറയാൻ പറ്റാത്ത കാര്യം? ശ്രീകുട്ടിയായിട്ട് നമ്മളൊരു 4 വർഷമായിട്ടുള്ള പരിചയമാണ്. 5-3 വർഷമാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്ത് അങ്ങനെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ എപ്പോഴും ഒരു തവണ ഒരുമിച്ചൊരു വീഡിയോ ചെയ്ത് അത് നല്ല ക്ലിക്കായി. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു കോംബോ പോലെ ട്രിവാൻഡ്രത്തെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയൊരു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ള അല്ലേ. കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റില്ല. സംഭവം മീൻമുട്ട കഴിച്ച് എന്താ പറയാ, ഫുഡ് പോയിസൺ അല്ല, അലർജി അടിച്ച് ഞാൻ വീട്ടിലായി പോയി, എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം സോറി. അതൊക്കെ പറയട്ടാ, ഇല്ലെങ്കിൽ അവർ അടി കിട്ടും. ഇല്ല എനിക്ക് ഡാൻസ് കളിക്കാറുണ്ടോ? എനിക്കറിഞ്ഞൂടാ സത്യം. ക്യാമറമാൻ അപ്പൊ നമുക്ക് മാരീഡ് ലൈഫ്. ഓക്കെ, നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. നമ്മള് 3 പേര് ചേർന്നിട്ടാണ്. 4 പേരുണ്ട്. ഇപ്പൊ 4 എങ്കിലും തെറ്റിക്കാതെ ചെയ്യണേ. ഇവള് ഒരു വീഡിയോക്ക് സമയത്ത് വരൂല. 6:30 മണിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ 8:30 ഇവിടെ എത്തും. നമ്മള് വഴക്ക് പറഞ്ഞു നിന്നെ പോലെയാടാ സൗന്ദര്യം നോക്കുന്ന ആളടാ. ഷിഫിൻ സംയമനം പാലിക്കണം. അപ്പൊ അങ്ങനെ നമ്മളെപ്പോഴും വഴക്ക് പറയും. ഇവിടെ വീഡിയോ എടുക്കുക ഒരു കാലത്തും ടൈമിൽ എത്തൂല. ഞാൻ പറയുകയും ചെയ്ത് നിന്റെ കല്യാണത്തിനെങ്കിലും നീ ടൈമിൽ എത്തണം കേട്ടാന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ കണ്ടില്ല. അതെ, അപ്പൊ നമ്മുടെ വൈൻഡപ്പ് എന്ന് പറയുന്ന വീഡിയോ എടുത്ത് ക്യാമറമാൻ അംജുനോടൊപ്പം ബൈ ബൈ എന്ന് പറഞ്ഞാണ് നമ്മൾ വൈൻഡപ്പ്. അങ്ങനെ പോസ്റ്റ് ആക്കി അങ്ങനെ പോസ്റ്റ് ആക്കി. നേരത്തെ ഇട്ട പാട്ടിന്റെ ബിഹൈൻഡ് എന്തുകൊണ്ട് ആ പാട്ടിട്ടെന്ന് ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഒന്ന് കൈവെക്കും. എന്നാലും ഞാൻ പറയോടാ, മുഴുത്താലും ഞാൻ പറയോടാ. നമ്മളിവിടെ ഗുണ്ടയായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. ഇവിടെ നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ആരെയും ശ്രീകുട്ടിയുടെ ഡെമോൺസ്ട്രേഷൻ ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ, മിനിമലൈസ് ചെയ്യാം. അന്ന് ബാബുക്ക് കയ്യിൽ നിന്ന് പോയാൽ ഞാൻ നിൽക്കുമല്ലോ. എനിക്ക് പുഴുക്കണ ഒരു ഇതെല്ലാം അറിയാലോ. അത് തന്നെ എന്റെ ജോലിയാടാ, പുഴുക്കൽ. അത് അത്രേ ഉള്ളു. കഥ പറയണ എന്ത് കഥ പറയണ? ഇവിടെ എങ്ങനെ കണ്ടുപിട്ടിന്നുള്ള കഥ പറയട്ടെ? പറയട്ടെ. ഒന്നുമില്ല, ഇവന്മാരോട് ലൂക്കാച്ചിന്റെയും അംജുന്റെയും കൂടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ IFFK അല്ലാടാ കണ്ടത് ഫസ്റ്റ്. ശാപം തുടങ്ങി. ശാപം തുടങ്ങിയ കഥ പറയണി. ഡ്രസ്സാറാ സെറ്റ് ചെയ്യുന്നു.
പാവം കഷ്ടപ്പെട്ട് എറണാകുളം മൊത്തം കറങ്ങി തിരിഞ്ഞത് ഇവനാണ് ഈ തുണി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരാളെ കൂടെ ഉണ്ട്, ആള് വന്നിട്ടില്ല, വരാൻ പറ്റിയിട്ടില്ല, കല്യാണത്തിന് ലീവ് കിട്ടിയില്ല, അത് കാരണം വരാൻ പറ്റിയിട്ടില്ല. ഒരാളും കൂടെ ഉണ്ടായി ഡ്രസ് എടുക്കാൻ പോയിട്ട് ഒരാളുണ്ട്, സാൻഡ്ര. ആ സാൻഡ്ര എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ തിരുവനന്തപുരത്ത് നല്ല ബന്ധമുള്ള ഒരാളാണ്. അത് ഇവിടെ IFFK ആണ് ആദ്യമായിട്ട് കാണുന്നത്, കാണുന്നത്. നിങ്ങൾ എന്താ ഇവിടെ പരിപാടി? മാറിപ്പോ, അവൾ കല്യാണം കഴിച്ചപ്പോ ഇറങ്ങിപ്പോ. ഇവിടെ IFFK ആണ് ആദ്യം കാണുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് ഇതുവരെയുള്ള പരിപാടികൾ മൊത്തം എന്തിനാണേലും ഏതിനാണെങ്കിലും ഫസ്റ്റ് എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ വിളിക്കുന്ന ആളൊരെടുത്തിട്ടാണ്. അതിനും എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വിളിക്കുന്ന ആളാണ്. കല്യാണത്തിന് തുടങ്ങി പെണ്ണ് കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ എന്തായി, എങ്ങനായി, ഏതായി എന്നൊക്കെ തൊട്ട് പുള്ളി വിളിച്ചു പറയുന്നതാണ്. സോ ഇനിയും നമുക്ക് അടുത്ത പ്രാവശ്യം ട്രിപ്പ് പോകണം കേട്ടോ, അടുത്ത പ്രാവശ്യം ട്രിപ്പ് പോകണം. അപ്പം ഹാപ്പി മാരേജ് ലൈഫ്. ആയിത്തേട്ടാ ഹാപ്പി മാരേജ് ലൈഫ്. ആയിത്തേട്ടനെ കണ്ടതിന്റെ ഫസ്റ്റ് കഥ ഞാൻ പറയണം. ട്രിപ്പ് പോകാനൊക്കെ പാടായിട്ടുണ്ട്. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു ഇനിയുള്ള ജീവിതം അടിപൊളിയായിട്ട് പോകട്ടെ. കാരണം ഇവിടെ എത്തിയത് നല്ലോണം അവള് സ്ട്രഗിൾ ചെയ്തു. അവളെ ഇവിടെ എത്തിക്കാൻ വേണ്ടി അവള് നല്ലോണം സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അത് പേഴ്സണലി അറിയാന്നുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. അവള് കഷ്ടപ്പെട്ട് നല്ലൊരു പണിയെടുത്തു, പൈസ സേവ് ചെയ്തു, വീട്ടില് പറയാനുള്ള ഇതുവരെ എത്തിച്ചില്ലേ അതുവരെ. പരിചയപ്പെടുന്നത് പറയടാ. വിഷ്ണു വരൂ. ഇന്ന് പറച്ചല്ലേ, എനിക്കങ്ങനെ മൈക്കിലൊന്നും സംസാരിച്ച് അറിഞ്ഞൂടാ. ഈ നമുക്ക് എല്ലാരും കാണും, നമ്മൾ ആദ്യം കാണും ഭയങ്കര ജാടയാണ്. അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ ഒരാളാണ് ശ്രീകുട്ടി. എന്റെ അനിയത്തിയുടെ പേര് ശ്രീകുട്ടി എന്നാണ്, എന്റെ പേര് ശ്രീകുട്ടൻ എന്നാണ്. നമ്മൾ പെട്ടെന്ന് അത് പറഞ്ഞൊക്കെ കണക്ട് ആവും. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നല്ല വ്യക്തിയാണ്, നല്ല രസമുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ എല്ലാരും പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ പരിചയമൊന്നുമില്ല നമ്മള്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറഞ്ഞ ഒരു 4-3 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന്, അതായത് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നുന്നു എത്ര ഒരു 10-15 മിനിറ്റ് സംസാരിച്ച് പെട്ടെന്ന് ഞാനോട്ട് അത്രയ്ക്ക് അടുത്തൊരാളാണ്. ഭയങ്കര സ്നേഹമാണ്. ഇപ്പം സ്റ്റോറി കണ്ടാലും മെസ്സേജ് ഒക്കെ അയക്കും, ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ടൊക്കെയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്താണെന്ന് തോന്നുന്നു ഈ ഫീൽഡിൽ വന്നതല്ലേ. ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവാണ്. ഡയറക്റ്റ് അറിയാവുന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഭയങ്കര ആക്റ്റീവാണ് പുള്ളിക്കാരി, വീഡിയോസിൽ എല്ലാത്തിലായിരുന്നല്ലോ. അപ്പോ ഇവിടെ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം. ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. ഓക്കെ, താങ്ക് യു. സാരി ഡ്രൈപ്പിംഗ് നാരായണ സപ്പോർട്ട് ചെയ്തെടുത്ത് അത് എടുത്തോളൂ. പറഞ്ഞോ. തന്നെ കൊടുക്കാനല്ല അവിടെ നിൽക്കും. അതുകൊണ്ട് എല്ലാം ഉണ്ട്, നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, മ്യൂസിക് ഇതിന്റെ തുമ്പവിടെ ഇങ്ങനെ. അപ്പൊ നമ്മള് ബിസ്മിയും ARJ വ്ളോഗ്സ് വരൂ. ഇത് മറ്റേ നടക്കണ്ടേ? അങ്ങനെയല്ല, ഇവിടെ അംജിത്തും സാൻഡ്രയും മെയിൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സുസിനെ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ ചിന്ന ചേച്ചി. അയ്യോ അയ്യോ വയറ് കാണണം, വയറ് കാണണം. എന്റെ പുതിയ കഥയല്ല എടുക്കുന്നത്. അടിപൊളി
അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു കൈ നാരായണൻകുട്ടിക്ക് ഇതൊരു ശീലമാണെന്ന് തോന്നുന്നു. സമയം 9 മണി ആയിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, ശരി ശരി. ഇനി നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്യാനായിട്ട് പോവാണ്. എടാ നമ്മൾ മ്യൂസിക് ഇടും. ഞാൻ പറഞ്ഞുതരാം, എന്നെ ശ്രദ്ധിക്കൂ. നിങ്ങൾ അങ്ങോട്ട് കുറച്ച് അപ്പുറത്തേക്ക് രണ്ടുപേര് ഇപ്പുറത്തേക്ക്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. അപ്പൊ ചെയ്യാൻ പോകുന്നത് ലേഡീസ് മീൻസ് സാരി ഉടുത്തേക്കുന്നവർ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾക്ക് ഇനി മാർക്ക് ഇടാൻ പോവുകയാണ്. ഫ്രണ്ട് ഇരിക്കുന്ന ഓഡിയൻസ് ആണ് മാർക്ക് ഇടേണ്ടത്. സാരി ഉടുത്തതിന് മാത്രമല്ല നമ്മൾ മാർക്ക് ഇടുന്നത്, ഏറ്റവും നന്നായിട്ട് ക്യാറ്റ് വാക്ക് ചെയ്യുന്ന ആളും കൂടെ ആയിരിക്കണം ഇതിനകത്ത് വിന്നർ ആവുന്ന കേട്ടോ. അപ്പൊ ഇവിടെ വന്ന് ക്യാറ്റ് വാക്ക് നിൽക്കുക, നല്ലൊരു പോസ് കൊടുക്കുക, തിരിച്ചു പോവാ, എന്നിട്ട് ഒന്നിച്ച് വരാം കേട്ടോ. നിങ്ങൾക്ക് സാരി ഉടുത്ത ആളിനോടൊപ്പം വരാം. മറുപടി അതൊരു ലൈറ്റ് ഇടും. ഊരാൻ പാടില്ല. കോനത്തും നിക്കണവിടെ ഈ ലക്ഷണ നിന്നോടാ നമ്മൾ ഞാൻ കൈയെടുത്തോളാം. ബാക്ക് സെറ്റ് ഒരു രക്ഷയില്ല അറിഞ്ഞ. രണ്ടുപേരും സാരിയാവോ? നിങ്ങളൊന്ന് റാങ്ക് വരോ? ഒരുമിച്ച് വന്നോ രണ്ടുപേരും കൂടെ? നടന്നു വരും. ഒന്നിച്ച് വന്നോ? ഒന്ന് കൈ അടിച്ചുകൊടുക്കും. ഇവർക്ക് രണ്ടുപേർക്കും കൈ ഉള്ളൂ. ഇത് നിങ്ങളുടെ ടൈമാണ്. ഇതില് ആരായിരുന്നു? ഇതില് പറയാം. ശരിയാവില്ല. അപ്പം ആൾക്കാർ കൈ പൊക്കും, അതായിരിക്കും ബെറ്റർ അല്ലെ? അപ്പൊ അതിൽ നല്ലത്. അപ്പം ഫസ്റ്റ് ടീമിനെ ഇഷ്ടപ്പെടുന്നവര് കൈ പൊക്കി വരയ്ക്കാം. ഓക്കെ, 2 2 3 അപ്പൊ 1 2 3 4 5 6 7 സപ്പോർട്ട് 8 പേരെ അടുത്ത. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് മൈക്ക് ഓഫ് ആയി പോയായിരുന്നു. ഞാനത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. നമ്മൾ ആ പരിപാടിയുടെ വൈബിൽ നിൽക്കുമ്പോഴത്തേക്ക് മൈക്ക് ഓഫ് ആയി പോയോ മൈക്ക് ഓൺ ആണോ എന്ന് ശ്രദ്ധിച്ചൊന്നുമില്ല. നമ്മൾ ആ വൈബിലങ്ങ് നിന്ന് പോയി. അപ്പം ഓരോരുത്തർ കൈയ്യപ്പ് വെക്കാൻ പറയുമ്പോഴത്തേക്ക് അടുത്ത സെക്ഷൻ ആദ്യമേ ഷിഫിൻ്റെ ടീമായിരുന്നു കൈ ബുക്ക് ചെയ്ത്. ഷിഫിൻ്റെ 8 പേരെ അങ്ങോട്ട് ബുക്ക് ചെയ്ത്. രണ്ടാമത് അംജുനായിരുന്നു. അംജുന് 4 5 6 പേരെ കൈ ബുക്ക് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തർക്കും ലൂക്കാച്ചിൻ്റെ ടൈമായിരുന്നു. ലൂക്കാച്ചിൻ്റെ ടൈമിനും ഏകദേശം ഒരു 5 6 7 പേരെ അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും നമ്മൾ ലൂക്കാച്ചിനായിരുന്നു പറയുമ്പോഴത്തേക്കും കൈ ബുക്ക് ചെയ്ത സീനാണ് കണ്ടത്. പിന്നെ ലേഷ്മോട് എണ്ണ എടുത്ത് അവസാനം നമ്മളുടെ കുഴമ്പ് നമ്മളതിനും അത്യാവശ്യം എണ്ണമൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പുറത്ത് നിന്ന് ആൾക്കാരൊക്കെ ഇരുട്ടത്ത് നിന്ന് കൈവൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കൈവൊക്കെ കിട്ടിയത് നമുക്കാണ്. അതിനാണ് ഞാനേ കിടന്ന് കരഘോഷങ്ങൾ നിൽക്കുന്നത്. കണ്ടാ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈവൊക്കെ നമുക്കല്ലേ കണ്ട. അപ്പോൾ അതിന് ഞാനൊക്കെ കരഘോഷങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തന്നെ ജയിച്ചു. ഏത് പറയാം, നമ്മുടെ റീൽ പാർട്ട്ണർ ജയിച്ചു. അങ്ങനെ പരിപാടി കളർ നിന്നിട്ട് ഈ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ റിസപ്ഷനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നത്, ഏറ്റവും അടിപൊളിയായിട്ട് നിന്നത്.
കിടിലൻ വൈബായിരുന്നു. അപ്പം ഷിഫിന് അംജുവോ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് പറ്റിത്തരനും പരിഹാസമൊക്കെ ആയിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കപ്പ് കൊണ്ടുപോയതിനു ശേഷം പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ലൂക്കാച്ചൻ അവിടെ നിന്ന് ഐത്തേട്ടനെ എന്തൊക്കെയോ പ്രലോഭനങ്ങൾ വീഴ്ത്തി ഫസ്റ്റ് മേടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അവസാനം ശ്രീകുട്ടി ആട്ടി വിട്ടപ്പോഴത്തേക്കും തിരിച്ചു പോയി. പിന്നെ അവസാനം ലൂക്കാച്ചൻ എന്തോ പറഞ്ഞ് പ്രശംസിച്ചു, ലൂക്കാച്ചനെ കിടിലെന്തോ അങ്ങനെ എന്തോ പറഞ്ഞ് പ്രശംസിച്ചൊക്കെ അവിടെ സമാധാനമായത്. ആരെയും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ, അതിൻ്റെ ഇതിങ്ങനെ നടന്നതാണ്. പിന്നെയാണ് ഇനി ബാക്കി കലാശക്കൊട്ടും പരിപാടിയുടെ DJ നടക്കാൻ പോകുന്നത്. DJ എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്തെ ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇവളുടെ ഈ ഇവൻറ്റും ഫുഡും കാറ്ററിംഗ് എല്ലാ പരിപാടിയും നടത്തിയത് ഊട്ടൂരെ കാറ്ററിംഗ് ഞാൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ടീമായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൾ ഇത്രയും ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് ചെയ്തെടുത്തതിന് അപ്രിസിയേഷൻ ചെയ്യാതെ പോകുന്നത് ഭയങ്കര മോശമാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത് സന്തോഷിച്ചും അവളുടെ ലൈഫിൽ നടന്ന ഏറ്റവും വലിയ ബെസ്റ്റ് മൂമെൻറ്റ് നമ്മൾ ഹാപ്പിയായി കൊടുത്തതിന് അവൾക്ക് താങ്ക്സും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും താങ്ക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരേ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞ് ടയേർഡായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ അവിടെ നിന്ന് ഇറങ്ങണം, അടുത്ത ട്രെയിൻ പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ബൈ പറഞ്ഞ് അവൾക്കൊരു ഹാപ്പി മാരേജ് ലൈഫും പറഞ്ഞപ്പോൾ വെട്ടം വീണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, അബ്ദുവായിട്ട് നേരെ വണ്ടി കയറി റെയിൽവേ സ്റ്റേഷൻ പോകാം. റെയിൽവേ സ്റ്റേഷൻ കയറിയിട്ടാണ് അവിടെ നിന്നേക്ക് രാത്രിയുള്ള ട്രെയിൻ പിടിച്ച് പോകാനൊക്കെ. അപ്പോൾ എല്ലാവരും പോവുകയാണ്, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇതാന്നൊക്കെ മൊത്തത്തിൽ വിശകലനം പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പിരിയുവാണ്. ശരിയെന്നാൽ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളപ്പം ട്രെയിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിൻ ലേറ്റാണ്, 1 മണിക്ക് വരേണ്ട ട്രെയിൻ 1:45 എത്തത്തുള്ളൂ പറയുന്നുണ്ട്. 1:45 2:30 എത്തത്തില്ല. ഇനി ഒരു സമയത്ത് ഇപ്പോൾ 1:30 ഇനി 1 മണിക്കൂർ ഡിലേ. ഇനി 1 മണിക്കൂർ ഡിലേ ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. റിസപ്ഷൻ ആയിരുന്നു, എന്തൊക്കെ നടന്നിരുന്നൊക്കെ പിന്നീട് ഓരോ സ്റ്റോറി മെൻഷൻ വരുമ്പോൾ അറിയണത്. അയ്യോ രസമായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മളാണ് പരിപാടി കളറാക്കിയത്, നമ്മളാണ് മെയിനായിട്ട് നിങ്ങൾ. അയ്യോ റിബിയിലേ ഞങ്ങൾ ഷിഫിൻ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു. ശ്രീകുട്ടി കിട്ടിയ പെർഫെക്റ്റ് വെയറാണ്. വെച്ചാൽ അവളുടെ കൂട്ടത്തിൽ എന്തിനും കട്ടക്കി നിൽക്കുന്ന ഒരാളാണ്. വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പോഴും പുള്ളിക്കാരും മൈൻഡ് ചെയ്തില്ല. എല്ലാത്തിനും അവളുടെ കൂട്ടത്തിൽ എന്തിനു വേണം നിൽക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. വെറും പാവം പച്ചപ്പാവാണിത്. ഇത്രയും പാവം ആരുമില്ല. പച്ചപ്പാവും. അവളുടെ കൂട്ടത്തിൽ എന്തിനും കട്ടക്കി നിൽക്കുന്ന ആളാണ്. എത്രയോ വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണല്ലേടാ, നല്ല വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അവർക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ശ്രീകുട്ടി നീ ഇത് കാണുന്നുണ്ട്, ഇതിൻ്റെ ബെസ്റ്റ് ആളാണ് കൂടെ. പിന്നെ എങ്കിലും സെറ്റായി പോയിക്കോളും, അത് വലിയ കാര്യമൊന്നുമില്ല. അബ്ദു താങ്ക് യുടാ ഫോർ ഇന്നലെ മുതൽ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു, എല്ലായിടത്തും കൊണ്ടുനടക്കുക ഉണ്ടായിരുന്നു. താങ്ക് യു അബ്ദു. അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിൻ വന്ന് ഞാൻ നേരെ തിരിച്ച് എറണാകുളം രാവിലെ ഷൂട്ടുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീട്ടിൽ വീണ്ടും ശ്രദ്ധിക്കുമ്പോഴേക്കും വണക്കം.